ഫ്ലിപ്കാർട്ടിന്റെ കൊറിയർ ട്രക്കിൽ നിന്ന് 221 പുതുപുത്തൻ ഐഫോണുകളാണ് മോഷ്ടിച്ചത്. മുംബൈയിൽ നിന്ന് പഞ്ചാബിലേക്കുള്ള യാത്രാ മധ്യയാണ് വൻ ആസൂത്രണ കവർച്ച നടന്നത്. 1000-ലേറെ പാർസൽ ഉണ്ടായിരുന്ന ട്രക്കിൽ നിന്ന് 220-ലേറെ ഐഫോൺ മോഷ്ടിച്ചത് ട്രക്കിന്റെ ഡ്രൈവറും ക്ലീനറും ചേർന്നു. ഫ്ലിപ്കാർട്ടിന്റെ ഭീമൻ കൊറിയറുമായി ഹരിയാനയിലെ ഗുരുഗ്രാമിൽ നിന്നാണ് ട്രക്ക് പുറപ്പെട്ടത്. ഏകദേശം 11,000-ലധികം പാർസലുകൾ വാഹനത്തിലുണ്ടായിരുന്നു. ഐഫോൺ അടക്കമുള്ള വില കൂടിയ മൊബൈൽ ഫോണുകളുടെ ശേഖരമാണ് ട്രക്കിലുണ്ടായിരുന്നത്. ആമസോണിന്റെ പങ്കാളിയായ ഒരു സ്വകാര്യ ലോജിസ്റ്റിക് കമ്പനിക്കായിരുന്നു ചരക്ക് കയറ്റുമതിക്കുള്ള ചുമതല. കമ്പനിയുടെ പാർസൽ വാഹനം ഹരിയാനയിൽ നിന്ന് പഞ്ചാബിലെ ലുധിയാനയിലേക്കുള്ള യാത്രാ മധ്യേയാണ് വൻ കവർച്ച നടന്നത്. 10 ദിവസം മുൻപ് മാത്രം ജോലിക്ക് കയറിയ രാജസ്ഥാൻ സ്വദേശി നാസറും സഹായി ചേതനുമാണ് പാർസലുമായി പുറപ്പെട്ടത്. കിലോമീറ്ററുകൾ ദൂരം സഞ്ചരിച്ച് ലുധിയാനയിലെ ഗോഡൌണിൽ വാഹനമെത്തുമ്പോൾ ട്രക്കിൽ സഹായി ചേതൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഗോഡൌണിലെത്തിയ ശേഷം വാഹനം സ്കാൻ ചെയ്തപ്പോഴാണ് പാർസലിലെ കുറവ് ശ്രദ്ധയിൽപ്പെട്ടത്. 221 ഐഫോൺ അടക്കം 1,20,00,000-ലധികം രൂപയുടെ സാധനങ്ങളാണ് മോഷ്ടിച്ചത്. വാഹനം ഗോഡൌണിൽ എത്തിച്ച ഉടൻ ചേതനും രക്ഷപ്പെട്ടിരുന്നു. ഗോഡൌൺ മാനേജറുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.